വായു തെറ്റായ കേടായ വിഷവാതകം ശ്വസിച്ച് രോഗം വരുന്നതിന് കുറെ കൂടെ കെമിക്കൽ വാരി ഉള്ളിലേക്ക് ഇടുക, വിഷം വാരി ഉള്ളിലേക്ക് ഇട്ട് തൽക്കാലം അടിച്ചമർത്തും. മരുന്നുകൾ തൽക്കാലം ഫലം ചെയ്യും. ശരീരം മോശമായത് കൊണ്ട് വന്ന ഒരു പ്രയാസം മുറിച്ചു കളഞ്ഞു, ശരീരം നന്നാക്കിയില്ല. ശരീരം മോശമായ കാര്യങ്ങൾ തന്നെ വീണ്ടും തുടർന്നു, വീണ്ടും ഉണ്ടായി, വീണ്ടും ഇനിയും ഉണ്ടാകും, ഇനിയും മുറിക്കും. ഹാർട്ടിന് ബ്ലോക്കിന് ഞാൻ സാറേ 5 കൊല്ലം മുമ്പ് സ്റ്റെൻഡ് ഇട്ടാണ് സാറേ, അപ്പം തുടങ്ങി എല്ലാ മരുന്നും കഴിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് സാറേ. ഇപ്പം എനിക്ക് വീണ്ടും ബ്ലോക്ക് വന്നിരിക്കുന്നു, ഇനിയും സ്റ്റെൻഡ് കയറ്റണം. അതെ, നിങ്ങൾ സ്റ്റെൻഡ് കയറ്റും, വീണ്ടും സ്റ്റെൻഡ് ഉണ്ടാകാനിടയാക്കിയ ഭക്ഷണപാനീയങ്ങൾ തന്നെ കഴിക്കും, അപ്പോൾ വീണ്ടും ബ്ലോക്ക് വരും, അപ്പോൾ വീണ്ടും നിങ്ങൾ സ്റ്റെൻഡ് കയറ്റും. അവസാനം ഹാർട്ട് മുഴുവൻ സ്റ്റെൻഡായിട്ട് മാറും. സ്റ്റെൻഡ് ഇടുമ്പോൾ ഹാർട്ടിന് ബലം കൂടും കേട്ടോ, സപ്പോർട്ട് അഡീഷണൽ ഒരു ഇത് വരികയല്ലേ. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും, അതല്ല വഴി. ബ്ലോക്ക് ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങൾ കഴിക്കുന്ന വൃത്തികെട്ട തരം താണ എണ്ണകൾ. നിങ്ങൾ വാങ്ങുന്ന എണ്ണകളിൽ ലിക്വിഡ് പാരഫിൻ ചേർത്തിട്ടുണ്ടോ, മായം, ഇതൊന്നും നമ്മൾ നോക്കണില്ല. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങി നമ്മൾ വെളിച്ചെണ്ണയാണ് എണ്ണകൾ, അല്ലെങ്കിൽ തരം താണ കാശ് കുറഞ്ഞത് പാമോയിൽ ആയതുകൊണ്ട് പാമോയിൽ, ആ പാമോയിൽ ബ്ലോക്ക് ഉണ്ടാക്കും. സൺഫ്ലവർ ഓയിലാണ് വില കുറഞ്ഞത്, നമ്മൾ പോയി സൺഫ്ലവർ ഓയിൽ വാങ്ങും. അല്പം ക്ഷമയോടെ തേങ്ങാപ്പാലെടുത്ത് ചൂടാക്കി പണ്ട് കാർന്നമാരൊക്കെ വീട്ടിൽ ഇരുമ്പെണ്ണ ഉണ്ടാക്കും, വല്ല കുഴപ്പമുണ്ടായോ? ഇപ്പം എന്താ പറ്റാത്ത? അയ്യോ, നമുക്ക് സീരിയൽ കാണാനിരിക്കേണ്ട നേരത്തെ ഇതും കൊണ്ട് ഇളക്കി നിൽക്കാൻ പറ്റുമോ? നമ്മളങ്ങനെ സീരിയൽ കണ്ട് ഇളക്കൊക്കെ നിർത്തി സീരിയസ് ആയിട്ട് ICU പോയി കിടക്കും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ശ്വസനം, ശരിയായിട്ടുള്ള വിയർപ്പ്, ശരിയായ മൂത്രം, വിയർക്കണമെങ്കിൽ ഇപ്പോൾ ഫാനിൻ്റെ അടിയിലാണ്, വിയർപ്പിലാകുമ്പോൾ AC ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ശ്വസനം, ശരിയായിട്ടുള്ള വിയർപ്പ്, മൂത്രം ശരിയായിട്ട് പോകണം. പലർക്കും പ്രകൃതി പാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ. സൈമൺ ബ്രിട്ടോയെ നിങ്ങൾ എല്ലാവരും അറിയും. സൈമൺ ബ്രിട്ടോ തുടങ്ങി ലക്ഷ്മിക്കുട്ടി വരെയുള്ള പ്രകൃതി ജീവനത്തിന്റെ ഉപാസകരെ ഇന്റർവ്യൂ ചെയ്ത് എറണാകുളത്തെ പത്രലേഖകരിൽ പ്രധാനിയായ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കൃത്യമായി പ്രകൃതി ജീവനത്തെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് പ്രകൃതി ജീവനം പാലിക്കാൻ ആത്മവിശ്വാസം നൽകാൻ ഈ പുസ്തകം സഹായിക്കും. 130 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. 9496044503 ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്ട്സ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ്. പോവുകയാണ് മൂത്രം, ബ്ലാഡർ ഒഴിയണില്ല. ശോധന ശരിയായിട്ടുള്ള ആളുകൾ അപൂർവമാണ്. ഇന്ന് രാവിലെ കൺസൾട്ടേഷൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, 43 വയസ്സ്, അയാൾക്ക് ഗൾഫിലാണ്. ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറോട് കുത്തു കൊടുത്തു, നടുവേദനയ്ക്കുള്ള. അത് കഴിഞ്ഞപ്പോൾ കൂടി. പിന്നെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പൈൽസിൻ്റെ ഇത് വളരെ മോശമായിരിക്കുക, നിങ്ങൾ നടുവേദന എന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ നടുവേദനയുടെ ഇഞ്ചക്ഷനാണ് തന്നത്. ഇത് പൈൽസാണ്, ഇത് വേറെ രോഗമാണ്. ഇനിയിപ്പോൾ ഇത് വളരെ മോശമായിട്ട് വേറെ ആശുപത്രി പോയിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പഴുത്ത് ആകെക്കൂടെ പ്രശ്നമാണ്, അവർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അവർ സർജറി ചെയ്തു. ഞാൻ ചോദിച്ചു, എടോ എനിക്ക് ഇങ്ങനെ വരണമെങ്കിൽ വളരെ നാളുകൾ വയറ്റിൽ നിന്ന് പോകുന്നതിന് പ്രയാസം ഉണ്ടാകണമല്ലോ. അതുണ്ടായിരുന്നു ഡോക്ടർ, കുറെ കാലമായിട്ട് എനിക്ക് വയറ്റിൽ നിന്ന് ദിവസവും പോകില്ല. എന്നിട്ട് അത് പറഞ്ഞില്ല ഡോക്ടറോട്? ഇല്ല, അത് ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല. അവസാനം 4 ദിവസം വയറ്റിൽ നിന്ന് പോകാതെ ഈ ആകെ പഴുത്തൊരവസ്ഥയിൽ ചെന്നിട്ടും മലബന്ധം പറഞ്ഞിട്ടില്ല. സർജറി ചെയ്ത് വിട്ട ഡോക്ടർ മലബന്ധം മാറാനുള്ളത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ചികിത്സകൾ പോകുന്നത്. ആക്ച്വലി നടക്കേണ്ട ചികിത്സ എന്താണ്? ഇയാൾക്ക് മലബന്ധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആണോ ഭക്ഷണത്തെ കളയാൻ പറ്റണില്ല. ശരീരത്തിന്റെ കുടലിന്റെ കഴിവ് തന്നെയുള്ളു. കുടലിന് പൊട്ടുകുത്തുന്ന പോലെ മലം കുത്തിക്കളയാനൊന്നും പറ്റില്ലല്ലോ. കുടലിന്റെ പെരിസ്റ്റാലിക് മൂവ്മെന്റിൽ ഒഴുകി കുടലൊന്ന് പതുക്കെ താന്നും ഒക്കെ കൊടുക്കുമ്പോൾ തള്ളിക്കളയാവുന്ന രീതിയിലുള്ള ഫൈബ്രസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ മലശോധന ഉണ്ടാകൂ. മൈദയും പഞ്ചസാരയും വനസ്പതിയും
വറുത്തതും മുരിച്ചതും ഒക്കെ കൂടെ കഴിക്കുന്ന പാഷാണ ഭക്ഷണം കഴിക്കുന്നവരുടെ ഉള്ളില് അതിനെ തള്ളിക്കളയാനൊന്നും കുടലിന് കഴിയില്ല. അതവിടെ കെട്ടിക്കിടക്കുന്നു. കെട്ടിക്കിടന്ന് ദുഷിച്ച് വൃത്തികേടായി ആകെക്കൂടെ അസുഖങ്ങൾ ഉണ്ടാകും. രോഗിയാകാതിരിക്കുക എന്നതല്ലാതെ ആശുപത്രിയുണ്ട്, ഡോക്ടറുണ്ട്, മരുന്നുണ്ട്, സർജറി ഉണ്ട്, ഓർഗൻ മാറ്റി വയ്ക്കാം, ഇൻഷുറൻസ് ഉണ്ടെന്നൊക്കെ കരുതി പോയിട്ടൊരു കാര്യമില്ല. പിന്നെ നമ്മുടെ പ്രകൃതി ചെയ്യാൻ ഈ ഇൻഷുറൻസ് ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളിവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു, അല്ലാണ്ട് ഒരു മരുന്നിനും കാശ് ചിലവാക്കണില്ലല്ലോ. ഒരു ആശുപത്രിയിൽ ഒരു പനിക്ക് പോയി കിടന്ന് എനിക്ക് 2 ദിവസം കൊണ്ട് വന്നാൽ എത്ര വരും? 2-3 ദിവസം ആശുപത്രി കിടന്ന് പനിയുടെ ചികിത്സ ചെയ്താൽ പോരുമ്പോൾ ബില്ല് എത്ര വരും? 25-50 ആകും. 1-1.5 ആകുന്ന ആശുപത്രി ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു ദിവസം 1700 അല്ലെങ്കിൽ 2000 ഭക്ഷണവും താമസവും ചികിത്സയും ആകെ അതേ ചെലവ് വരുന്നുള്ളൂ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം. ഇവിടെ അതാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോയ ആലപ്പുഴയാണെങ്കിൽ 2500-3000 ആണ്. അന്തരീക്ഷം അവിടെ വേറെയാണ്. ആലുവയാണെങ്കിൽ ഈ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ 1700 തുടങ്ങിയിട്ടുള്ള ചാർജാണ് വരുന്നത്. കോഴിക്കോടാണെങ്കിലും ആ ചാർജേ ഉള്ളൂ, പട്ടിക്കാടാണെങ്കിലും ആ ചാർജേ ഉള്ളൂ, കൊടന്നൂർ ആ ചാർജേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഇതിനുവേണ്ടി മുടക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി നിങ്ങളെ മുഴുവൻ പഠിപ്പിച്ചല്ലേ വിടുന്നത്. ലോകത്ത് എവിടെയെങ്കിലും തുറന്ന് ഈ കാര്യങ്ങൾ യൂട്യൂബ് നോക്കി എത്ര ആളുകളാണ് അസുഖം മാറ്റിയിട്ടുണ്ട്? ചെറിയ അസുഖങ്ങളൊക്കെ യൂട്യൂബ് മാറ്റി എത്രയോ പേര്. ഒരു മരുന്നുമില്ല. ഇവിടെ വെള്ളം നമ്മുടെ സുഹൃത്താണ്, വെയില് നമ്മുടെ സുഹൃത്താണ്. മറ്റത് വെയിൽ കൊള്ളാൻ പാടില്ല, പച്ചവെള്ളം കുടിക്കാൻ പാടില്ല, ഒരു മരുന്നും ഇടിയില്ല. ഒരു മരുന്നും ഇല്ലാതെ മരുന്നിലുള്ളത് എന്തൊക്കെ ഭക്ഷണത്തിലുണ്ടെന്ന് നോക്കിയിട്ട് ആ ഭക്ഷണം കൊണ്ട് മരുന്ന് ഏത് മരുന്നായാലും അതിന് സൈഡ് എഫക്ട്സ് വരും. മെഡിക്കൽ എഫക്റ്റ് ഉണ്ടോ? സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു മരുന്ന് കഴിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട്. ഭക്ഷണം കഴിച്ചാൽ മതിയെങ്കിൽ ഡോക്ടർ വേണം. ഭക്ഷണത്തിലൂടെ അത് നിങ്ങളെ പഠിപ്പിച്ചു തരും. ഏതൊക്കെ ഭക്ഷണമാണ്, ഏത് അവസ്ഥയിൽ കഴിക്കാം, എപ്പോൾ കഴിക്കാം, എങ്ങനെ കഴിക്കാം പഠിപ്പിച്ചു തരും.